ഹായ് കുട്ടീസ്. അപ്പോൾ നിങ്ങളുടെ അവിടെ നല്ല മഴയാണ്. ഇവിടെ നല്ല മഴയായിട്ട് ഇന്ന് മക്കൾക്ക് മുടക്കൊക്കെയാണ്. അത് കാരണം കൊണ്ടാണ് ഇന്ന് ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റാഞ്ഞേട്ടാ. കുറേ ജില്ലയിൽ മുടക്ക് പറഞ്ഞാലും നമ്മുടെ എറണാകുളം ലാസ്റ്റ് മിനിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഉണക്കമീൻ കറി കേട്ടോ. അയില വെച്ചിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഫസ്റ്റ് തന്നെ തേങ്ങാക്കൊത്തല്ല ചിരകിന്ന് മതി. എനിക്ക് ചിരകാനുള്ള മടി കാരണം ഞാൻ തേങ്ങാക്കൊത്താണ് എടുത്തേക്കുന്നത്. അതേപോലെ കുഞ്ഞുള്ളി തന്നെ എടുക്കണം കേട്ടോ. സവാള എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇഞ്ചിയും 4 നമ്മുടെ വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് അരച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിക്ക് ശരിക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഞാനത് ഇടാനായിട്ട് വിട്ടു പോയതാട്ടോ. പിന്നെ ഒരു കുഞ്ഞ് അയിലയാണ് എടുത്തേക്കുന്നത്. ഇവിടെ അയില കേട്ടോ മെയിനായിട്ട് കറി വയ്ക്കുള്ളൂ. അയിലയും പിന്നെ മാന്തള അല്ലെങ്കിൽ മുള്ളം വറുത്തം മാത്രമായിട്ട് ഇവിടെ ഉണക്കമീനിൽ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. ഉണക്കമീനായ കാരണം കൊണ്ട് ഉപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ശരിക്കും ഈ കറി ഇങ്ങനെയാണോ വെക്കാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ മമ്മി ഇതിനായിട്ട് മുമ്പ് ഒരു വട്ടം പറഞ്ഞു തന്നിട്ടാണ് ഞാൻ വെച്ചേക്കണം. അപ്പം മമ്മി പറഞ്ഞ റെസിപ്പി ഞാൻ മറന്നു പോയിട്ടാ. അപ്പം ഞാൻ ഈ ടൈമിൽ വെക്കണ ടൈമിൽ മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി ബിസി ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വെച്ചു. പക്ഷെ കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കറി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ മുളക് പൊടി യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിന്ന് ചോറിന് ഉണക്കമീൻ കറിയും അതേപോലെ തന്നെ മാന്തൽ വറുത്തതും പിന്നെ കായപ്പേരി ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീട്ടിലും ഉണക്കമീൻ വാങ്ങുകയാണെങ്കിൽ അയില വാങ്ങും കറി വയ്ക്കാനായിട്ട്. ഒരു പ്രത്യേക മണമായിരിക്കുമല്ലോ. അതിൽ മീൻ നമ്മൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ചാറ് മാത്രമാണ്. ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ വറക്കുകയാണെങ്കിൽ മാന്തള അല്ലെങ്കിൽ മുള്ളം മാത്രമായിട്ട് നമ്മൾ വാങ്ങാറുള്ളൂ. വേറെ മീനുകളൊന്നും വാങ്ങാറില്ല. അപ്പോൾ കറി നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ രീതിയിൽ വെച്ചപ്പോഴും. അപ്പോൾ അതേപോലെ തന്നെ ഊണ് കുശാലായിട്ടുണ്ട്. പിന്നെ മാന്തൾ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. മക്കളും കഴിക്കും കേട്ടോ. മക്കൾ മാന്തൾ വറുത്തത് കഴിക്കില്ല. ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.